ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ എൻ്റെ പേര് സന്ധ്യ. നമ്മുടെ മോക്ക് ടെസ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ബയോളജിയിൽ ഒരു റാപ്പിഡ് റിവിഷനാണ്. ഒരു 50 മാർക്കിന് നമ്മൾ ഇതുവരെ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഓടിച്ചിട്ട് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഗ്രീൻ പീസ് എന്ന സംഘടനയുടെ പ്രവർത്തന മേഖല ഏതാണ്? എന്താണ് ഗ്രീൻ പീസ് എന്ന് പറഞ്ഞ സംഘടന? പരിസ്ഥിതിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരായിരുന്നു? സ്ലീഡനും ഷ്വാനും ചേർന്നാണ് കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചിരിക്കുന്നത്. കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ, അത് വൈറ്റമിൻ എ ആണ്. ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗ് എന്ന പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബ്ലോസം സ്പ്രിംഗ് എന്തായിരുന്നു? എൻഡോസൾഫാനെ നിർവീര്യമാക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന പദ്ധതിയാണ് എന്താ? ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗ് എന്നുള്ളത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കട്ടി കൂടിയ വസ്തു ഏത്? അതേതാണ്? ഓപ്ഷൻ സി, ഇനാമലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കട്ടി കൂടിയ വസ്തു. ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ കേരളത്തിലെ ആദ്യ മെഡിക്കൽ കോളേജ് ഏതായിരുന്നു? അത് ഓപ്ഷൻ ബി, കോട്ടയമാണ്. ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ ഹൃദയത്തെ പറ്റി ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ കയറി ഒന്ന് കണ്ടു നോക്കുക. ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏത്? ആദംസ് ആപ്പിൾ എന്തായിരുന്നു? അത് ഓപ്ഷൻ ബി, തൈറോയ്ഡ് ഗ്രന്ഥിയാണ് ആദംസ് ആപ്പിൾ എന്നറിയപ്പെടുന്നത്. മത്സ്യത്തിന്റെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയായിരുന്നു? ഓപ്ഷൻ ബി, 2 ആണ്. 2 ആയിരുന്നു മത്സ്യത്തിന്റെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം. നമ്മൾ പറഞ്ഞു ഉരകങ്ങൾക്ക് 3 ആണ്. എക്സെപ്ഷൻ കേസായിട്ട് മുതലയാണ് വരുന്നത്. മുതലയ്ക്ക് 4 ആണെന്നുള്ളത്. അക്രോമെഗലി എന്ന വൈകല്യം ഏത് ഹോർമോണിന്റെ അമിതോൽപാദനം മൂലമുണ്ടാകുന്നു? അക്രോമെഗലി എന്തായിരുന്നു? ഒരു വളർച്ചാ വൈകല്യമാണ്. അപ്പോൾ അത് ഏതായിരിക്കും? സൊമാറ്റോട്രോപ്പിനാണ്. സൊമാറ്റോട്രോപ്പിൻ അമിതമാകുമ്പോഴേക്കും വളർച്ചയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഒരു അസുഖമാണ് എന്ത്? അക്രോമെഗലി എന്ന് പറയുന്നത്. ഹൃദയത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന ഇരട്ട സ്ഥലം ഏതാണ്? അത് ഓപ്ഷൻ ബി, പെരികാർഡിയമാണ്. പെരികാർഡിയമാണ് ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്ഥലം. ആരോഗ്യദിനവുമായി ബന്ധപ്പെട്ട് മാർച്ച് 24 എന്തായിരുന്നു? നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ, വനജയുടെ കാലിൽ ക്ഷയം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താണ് മാർച്ച് 24 എന്തായിരുന്നു? ലോക ക്ഷയരോഗ ദിനമാണ് മാർച്ച് 24 എന്നുള്ളത്. പശ്ചിമഘട്ട പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റി ഏത്? അത് ഏതായിരുന്നു? ഓപ്ഷൻ ബി, ഗാഡ്ഗിൽ കമ്മിറ്റിയാണ്. ട്രോക്കോമ ഏത് അവയവത്തെ ബാധിക്കുന്നു? ട്രോക്കോമ എന്നത് എന്താണ്? കണ്ണിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ട്രോക്കോമ എന്നുള്ളത്. മഞ്ഞളിന് മഞ്ഞ നിറം നൽകുന്ന രാസവസ്തു ഏതാണത്? കുർക്കുമിൻ. മഞ്ഞള് കുർക്കുമിൻ. സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്യുന്ന അന്തരീക്ഷത്തിലെ പാളി ഏതാണത്? ഓസോൺ പാളിയാണ് അന്തരീക്ഷത്തിലെ അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്യുന്നത്. മനുഷ്യകർണത്തിലെ അസ്ഥി ഏതായിരുന്നു? നമുക്കറിയാം, ഏറ്റവും ചെറിയ അസ്ഥി എന്നറിയപ്പെടുന്ന സ്റ്റേപ്പിസ് ആണ് മനുഷ്യന്റെ ചെവിക്കുള്ളിലെ അസ്ഥി എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം അതേതാണ്? ഓപ്ഷൻ ബി, ത്വക്കാണ്. ഡോക്ടർ സാമുവൽ ഹാനിമാൻ ഏത് ചികിത്സാ രീതിയുടെ സ്ഥാപകനാണ്? ഡോക്ടർ സാമുവൽ ഹാനിമാൻ എന്താണ്? ഹോമിയോപ്പതി. ജലജീവികളിൽ ഏറ്റവും ബുദ്ധിയുള്ള ജീവി ഏതാണത്? ഓപ്ഷൻ സി, ഡോൾഫിൻ ആണ് ജലജീവികളിൽ ഏറ്റവും ബുദ്ധിയുള്ള ജീവി. ലോക പരിസ്ഥിതി ദിനം എന്നായിരുന്നു? ജൂൺ 5. സാർവത്രിക ദാതാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏതായിരുന്നു? ഓപ്ഷൻ ഡി, ഒ ആണ്. എല്ലാവരിൽ നിന്നും സാർവത്രിക സ്വീകർത്താവാരാണ്? അത് AB ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ് ഏറ്റവും വലിയ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി, കരളാണ്. പ്രസവിക്കുന്ന അച്ഛൻ എന്നറിയപ്പെടുന്നതാണ് ആര്? കടൽ കുതിര. മനുഷ്യ ശരീരത്തിലെ എല്ലിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ഘടകം എല്ലിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായത് ഏതാണ്? ഓപ്ഷൻ ഡി, കാൽഷ്യമാണ്. കൊതുക് പരത്തുന്ന രോഗമാണ്. തന്നിരിക്കുന്നവയിലാണ് കൊതുക് പരത്തുന്ന ഏതാണ്? അത് ഓപ്ഷൻ എ, മന്താണ്. ബാക്കി തന്നിരിക്കുന്ന ചിക്കൻ ബോക്സ്, അഞ്ചാമ്പനി, എലിപ്പനി. ഇതിൽ കൊതുക് പരത്തുന്ന രോഗമെന്ന് ചോദിച്ചിട്ട് തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ അതെന്താണ്? മന്താണ്. ഒരു കോശത്തിലെ ഊർജ്ജ നിർമ്മാണ കേന്ദ്രമാണ് എന്താ? ഓപ്ഷൻ സി, മൈറ്റോകോൺട്രിയ. പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്ന ഏതാണ്? മൈറ്റോകോൺട്രിയയാണ്. ഒരു ആഹാര ശൃംഖലയിലെ ആദ്യത്തെ കണ്ണി എല്ലായ്പ്പോഴും എന്തായിരിക്കും? അത് സസ്യങ്ങളായിരിക്കും ആഹാര ശൃംഖലയിലെ ആദ്യത്തെ കണ്ണി എന്ന് പറയുന്നത്. ഉരകങ്ങളുടെ വിസർജന വസ്തുവാണ് എന്ത്? ഓപ്ഷൻ എ, യൂറിക് ആസിഡ്. ഇലയുടെ പച്ച നിറത്തിന് കാരണമായ വർണ്ണകമാണ് ക്ലോറോഫിൽ. പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ മാധവ് ഗാഡ്ഗിൽ ഏത് സംസ്ഥാനത്തിൽ നിന്നുള്ള വ്യക്തിയാണ്? മാധവ് ഗാഡ്ഗിൽ എവിടെ നിന്നാണ്? അത് മഹാരാഷ്ട്രക്കാരനാണ്. മാധവ് ഗാഡ്ഗിൽ എവിടെയാണ്? മഹാരാഷ്ട്ര. എലിപ്പനിക്ക് കാരണമാകുന്ന സൂക്ഷ്മജീവി എലിപ്പനി ഏതാണ്? അത് ബാക്ടീരിയ. ഓപ്ഷൻ എ, ബാക്ടീരിയയാണ് എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി എന്ന് പറയുന്നത്.
ആർത്രൈറ്റിസ് ഏത് അവയവവ്യവസ്ഥയെ ബാധിക്കുന്ന തകരാറാണ്? ആർത്രൈറ്റിസ് എവിടെയാണ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്? നമുക്കറിയാം അസ്ഥി വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗമാണ് ആർത്രൈറ്റിസ്. ഒരു ന്യൂക്ലിയോടൈഡിന്റെ ഘടകങ്ങൾ ഏവ? ന്യൂക്ലിയോടൈഡ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? പഞ്ചസാരയുണ്ട്, ഫോസ്ഫേറ്റ് ഉണ്ട്, നൈട്രജൻ ബേസ് ഉണ്ട്. സോ ഓപ്ഷൻ സി പഞ്ചസാര, ഫോസ്ഫേറ്റ്, നൈട്രജൻ ബേസ്. 4-അസറ്റമിഡോഫിനോൾ എന്നത് എന്താണത്? അത് നമ്മുടെ പാരസെറ്റാമോളിന്റെ സയന്റിഫിക് നെയിമാണ് എന്താ? 4-അസറ്റമിഡോഫിനോൾ. ജീൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആരാ? ജീൻ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരായിരുന്നു? അത് ജൊഹാൻസൺ ആണ്. ജീൻ ജൊഹാൻസൺ. ഹൃദയാരോഗ്യത്തെ സഹായിക്കുന്ന omega-3 ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മത്സ്യം ഏത്? അതായത് omega-3 എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഏതിലാണ്? നമ്മുടെ മത്തിയിലാണ്, ചാള. അതായത് ഓപ്ഷൻ എ മത്തി അഥവാ ചാളയിലാണ് ഹൃദയാരോഗ്യത്തെ സഹായിക്കുന്ന omega-3 ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത്. മനുഷ്യഹൃദയത്തിന്റെ അറകളുടെ എണ്ണം എത്രയായിരുന്നു? ഓപ്ഷൻ എ 4 ആണ്. നമുക്കറിയാം മനുഷ്യഹൃദയത്തിന് 4 അറകളാണുള്ളത്. ഏതൊക്കെയാണ്? 2 ഏട്രിയങ്ങളും 2 വെൻട്രിക്കുകളും. ചൂടാക്കിയാൽ നശിക്കുന്ന വൈറ്റമിൻ ഏത്? അതേതാണ്? വിറ്റാമിൻ സി ആണ് ചൂടാക്കിയാൽ നശിക്കുന്ന വൈറ്റമിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? സൈലന്റ് സ്പ്രിംഗ് എന്ന കൃതിയുടെ കർത്താവ് ആര്? സൈലന്റ് സ്പ്രിംഗ് ആരുടെയായിരുന്നു? നമുക്കറിയാം റേച്ചൽ കേഴ്സന്റെ പ്രശസ്തമായ കൃതിയാണ് സൈലന്റ് സ്പ്രിംഗ്. DDTയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം DDT അല്ലെ, അത് ആ ഒരു പുസ്തകപ്രകാരമാണ് DDT എന്താണ് നിരോധിക്കാനൊക്കെ കാരണമാകുന്നത്. മനുഷ്യഹൃദയത്തിൽ ഏതറയ്ക്കാണ് ഏറ്റവും കട്ടി കൂടിയ ഭിത്തിയുള്ളത്? അതേതാണ്? ഇടത് വെൻട്രിക്കിളാണ്. കാര്യം നമുക്കറിയാം ഇതാണ് വെൻട്രിക്കിൾ എന്ന് പറയുന്നത്. ഇതിലൂടെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഉള്ള ബ്ലഡ് പമ്പ് ചെയ്യുന്നത് ഇടത് വെൻട്രിക്കിൾ വഴിയാണ്. അതുകൊണ്ടാണ് അതിൻ്റെ പേശിക്കും എന്താണ് കട്ടി കൂടിയതാണ്. നല്ല ഉറപ്പുള്ള പേശിയും കട്ടി കൂടിയതുമായിരിക്കും. മന്ദരോഗം പരത്തുന്ന കൊതുക്. മന്ദരോഗം ഏതാണ്? ഓപ്ഷൻ ബി ക്യൂലെക്സ് കൊതുകുകളാണ് മന്ദരോഗം പരത്തുന്നത്. മനുഷ്യരക്തത്തിന് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? അത് ഓപ്ഷൻ സി ഹീമോഗ്ലോബിൻ ആണ്. രക്തസമ്മർദ്ദത്തിനായുള്ള ഔഷധമായ റിസർപ്പിൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. രക്തസമ്മർദ്ദം അതായത് എന്താണ്? 120. നമുക്കറിയാം 120/80 നോർമൽ ഒരാളുടെ രക്തസമ്മർദ്ദം വേണ്ടത്. 120/mmHg ആണ്. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ എന്ത് പറയും? രക്താതിസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. അതിനുപയോഗിക്കുന്ന ഔഷധമാണ് റിസർപ്പിൻ എന്ന് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ റിസർപ്പിൻ എന്തിൽ നിന്നാണ് എടുക്കുന്നത്? അത് ഓപ്ഷൻ ബി സർപ്പഗന്ധി എന്ന ചെടിയിൽ നിന്നാണ് എന്തെടുക്കുന്നത്? റിസർപ്പിൻ എന്ന ഔഷധം വേർതിരിച്ചെടുക്കുന്നത്. നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന എവിടെ? വൈറോളജി എവിടെയാണ്? അത് പൂനെയിലാണ് നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇനി DPT അഥവാ ട്രിപ്പിൾ വാക്സിൻ നൽകിയാൽ തടയാൻ പറ്റാത്ത രോഗം ഏത്? തടയാൻ പറ്റാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഇൻഫ്ലുവൻസയാണ്. DPT കൊണ്ട് തടയുന്നത് ഏതൊക്കെയാണ്? ഡിഫ്തീരിയ, പെർട്ടൂസിസ് ആണ് എന്ത് പറയുന്നത്? ഈ വില്ലൻ ചുമയുടെ ഇംഗ്ലീഷ് പേരാണ് എന്താ? പെർട്ടൂസിസ്. പിന്നെ എന്താണ്? ടെറ്റനസ്. അപ്പോൾ DPT എന്ന വാക്സിൻ ഏതാണ്? ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്. അപ്പോൾ അതിൽ പറ്റാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഏത് വരും? ഇൻഫ്ലുവൻസ് വരും. കീമോതെറാപ്പിയുടെ പിതാവ് ആര്? ആരായിരുന്നു കീമോതെറാപ്പിയുടെ പിതാവ് എന്ന് പറയുന്നത്? അത് പോൾ എർലിക് ആണ് കീമോതെറാപ്പിയുടെ പിതാവ്. ആൻറ്റിബോഡികൾ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏത്? ആൻറ്റിബോഡികളാണ് ഇല്ലാത്തത്. ഏതാണ്? AB ഗ്രൂപ്പാണ് ആൻറ്റിബോഡികൾ ഇല്ലാത്ത രക്തഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇനി എക്സിമ ബാധിക്കുന്ന ശരീരഭാഗം ഏത്? എക്സിമ എന്ന് പറയുന്നത് എന്തിനെയാണ്? ത്വക്ക്. നമ്മുടെ ശരീരത്തിൽ ത്വക്കിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് എന്തെന്ന് പറയുന്നത്? എക്സിമ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ 50 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു റാപ്പിഡായിട്ട് നിങ്ങൾക്ക് ഫൈനൽ റിവിഷനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അടുത്ത ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്